നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു പിന്നാലെയാണ് നടപടി. ബ്രിട്ടനിലെ പ്രമുഖ മൊബൈൽ നെറ്റ്വർക്ക് കമ്പനികൾക്ക് 1.1 ബില്യൺ തുകയ്ക്കുള്ള പെനൽറ്റി കേസ് സേവനദാതാക്കൾ നെറ്റ്വർക്ക് കമ്പനികൾ നിരക്ക് കുറയ്ക്കാതെ അന്യായമായി അധിക പണം ഈടാക്കിയത്. നിയമ നടപടിയിൽ വിജയിച്ചാൽ ഓരോ കരാറിനും 104 പൗണ്ട് വരെ നഷ്ടപരിഹാരം ലഭിക്കും. ഇംഗ്ലണ്ടിലും വെയിൽസിലും കൗമാര ബന്ധങ്ങളിൽ മാനസിക ശാരീരിക പീഡനങ്ങൾ വ്യാപകമാകുന്നുവെന്ന് യൂത്ത് എൻറോൾമെന്റ് പഠന റിപ്പോർട്ട്. സർവേ നടത്തിയത് 13 മുതൽ 17 വയസ്സ് വരെ പ്രായമുള്ള 11,000 കൗമാരക്കാരിൽ 4 പേരിൽ 2 പേർ മാനസികമായോ ശാരീരികമായോ പീഡിപ്പിക്കപ്പെടുന്നു. സ്കൂളുകൾക്കും മാതാപിതാക്കൾക്കും ആവശ്യമായ പരിശീലനവും ബോധവൽക്കരണവും നടത്തണം. യുകെയിലെ പോലീസ് സേനയ്ക്ക് ലൈംഗിക കുറ്റാന്വേഷണങ്ങൾ നടത്തുന്നതിൽ വൻ വീഴ്ച. 25% സേനയ്ക്കും അടിസ്ഥാന നയങ്ങളില്ല. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ദേശീയ മുൻഗണനയായി പരിഗണിക്കപ്പെടുന്നില്ല എന്ന് ആശങ്ക. സാറായ വുഡ് കേസിന് പോലീസിന് 4 വർഷത്തിനു ശേഷവും സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല. ഓസ്ട്രേലിയയിൽ 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ നിരോധനം ഏർപ്പെടുത്തി. 13 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള പ്രായക്കാരുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ത്രെഡ്സ് അക്കൗണ്ടുകൾ നീക്കം ചെയ്യാനുള്ള നടപടി മെറ്റ ആരംഭിച്ചു. പുതിയ നിയമം പാലിക്കാത്ത കമ്പനികൾക്ക് 49.5 മില്യൺ ഓസ്ട്രേലിയൻ ഡോളർ വരെ പിഴ. സൊമാലിയയിൽ നിന്നുള്ള കുടിയേറ്റക്കാർ അമേരിക്കയിൽ വേണ്ട എന്നും തിരിച്ചു പോകണമെന്നും ആവശ്യപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൊമാലിയക്കാർക്ക് നൽകുന്ന നിയമപരമായ താൽക്കാലിക സംരക്ഷിത പദവി റദ്ദാക്കും. നിയമവിരുദ്ധ സൊമാലിയൻ കുടിയേറ്റക്കാരെ പിടികൂടി നാടുകടത്താനുള്ള നടപടി ട്രംപ് ആരംഭിച്ചു. ഇൻഡിഗോയ്ക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. 2 ദിവസങ്ങളിലായി ഇൻഡിഗോ റദ്ദാക്കിയത് 150 വിമാന സർവീസുകൾ. 1000-ലേറെ വിമാനങ്ങൾ വൈകി. സാങ്കേതിക വിഷയങ്ങൾ കാരണമാണ് വിമാന സർവീസുകൾ റദ്ദാക്കിയതെന്ന വിശദീകരണവുമായി കമ്പനികൾ. DGCAയുടെ അന്വേഷണം പുരോഗമിക്കുന്നു. ഉത്തർപ്രദേശിൽ അനധികൃത കുടിയേറ്റക്കാരെ പാർപ്പിക്കുന്നതിനായി പ്രത്യേക തടങ്കൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. പ്രത്യേക തടങ്കൽ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത് റോഹിംഗ്യൻ ബംഗ്ലാദേശ് തടവുകാരെ ലക്ഷ്യമിട്ട്. സാധുവായ രേഖകളില്ലാത്ത അനധികൃത കുടിയേറ്റക്കാരെ അവരുടെ ജന്മദേശങ്ങളിലേക്ക് നാടുകടത്തുമെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ബാംഗ്ലൂരിൽ എത്തിച്ച ഡ്രൈവർ കസ്റ്റഡിയിൽ. ബാംഗ്ലൂരിലെ രാഷ്ട്രീയ ബന്ധമുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരന്റെ ഡ്രൈവറാണ് കസ്റ്റഡിയിലായ മലയാളി. രാഹുലിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പത്മകുമാറിനെ വീണ്ടും പ്രതി ചേർത്തു. CPM നേതാവ് കൂടിയായ പത്മകുമാറിനെ SIT പ്രതി ചേർത്തത് ദ്വാരപാലക ശില്പപ്പാളി കേസിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്മകുമാർ സഹായിച്ചെന്നും SITയുടെ കണ്ടെത്തൽ. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി കൊല്ലം വിജിലൻസ് കോടതി നീട്ടി. വാർത്തകൾ വിശദമായി. ബ്രിട്ടനിലെ പ്രമുഖ മൊബൈൽ നെറ്റ്വർക്ക് കമ്പനികളായ O2, വോഡാഫോൺ, EE, 3 എന്നീ സേവനദാതാക്കൾ 1.1 ബില്യൺ തുകയ്ക്കുള്ള കേസ് ലോയൽറ്റി പെനൽറ്റി ക്ലെയിം എന്നറിയപ്പെടുന്ന ഈ കേസിൽ ലക്ഷക്കണക്കിന് പഴയ ഉപഭോക്താക്കളിൽ നിന്ന് കരാർ കാലാവധി കഴിഞ്ഞിട്ടും ഹാൻഡ്സെറ്റ് തുക ഈടാക്കിയതായാണ് ആരോപിക്കപ്പെടുന്നത്. 2015 ഒക്ടോബർ 1 മുതൽ ഈ വർഷം മാർച്ച് 31 വരെ എടുത്ത 10.9 ദശലക്ഷം ഫോൺ കരാറുകൾ ഇതിൽ ഉൾപ്പെടുന്നു. കേസിൽ വിജയിച്ചാൽ ഓരോ കരാറിനും 104 പൗണ്ട് വരെ നഷ്ടപരിഹാരം ലഭിക്കാം. ഉപഭോക്തൃ അവകാശ പ്രവർത്തകനായ ജസ്റ്റിൻ ഗട്ട്മാൻ സമർപ്പിച്ച ഈ നിയമ നടപടിക്ക് കോമ്പറ്റീഷൻ അപ്പീൽ ട്രൈബ്യൂണൽ വിചാരണാനുമതി നൽകിയിട്ടുണ്ട്. കാലാവധി കഴിഞ്ഞിട്ടും സേവനദാതാക്കൾ നിരക്ക് കുറയ്ക്കാതെ അന്യായമായ അധിക പണം ഈടാക്കിയെന്ന ആരോപണം ഗുരുതരമാണെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്ന നിലപാടിലാണ് നെറ്റ്വർക്ക് കമ്പനികൾ. O2യും EEയും കേസ് അടിസ്ഥാനമില്ലാത്തതാണ് എന്ന് അഭിപ്രായപ്പെട്ടു. വോഡഫോൺ 3 കമ്പനി കേസിനെ തുടർന്ന് മുന്നോട്ട് പോകാനുള്ള നടപടികൾ പരിഗണിക്കുമെന്ന് അറിയിച്ചു. എല്ലാ യോഗ്യരായ ഉപഭോക്താക്കളും പ്രത്യേകമായി പുറത്തു പോകാനുള്ള നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം സ്വമേധയാ ഈ കേസിന്റെ പരിധിയിൽ ഉൾപ്പെടുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇംഗ്ലണ്ടിലും വെയിൽസിലും കൗമാര ബന്ധങ്ങളിൽ മാനസിക ശാരീരിക പീഡനങ്ങൾ വ്യാപകമാണ് എന്ന് പഠനം. ആരോഗ്യകരമായ ബന്ധത്തിന്റെ സ്വഭാവം മനസ്സിലാക്കുന്നതിന് സ്കൂളുകൾ ആവശ്യമായ പരിശീലനവും പിന്തുണയും നൽകണമെന്ന് വിദഗ്ധർ. 13 മുതൽ 17 വയസ്സ് വരെയുള്ള 11,000 കൗമാരക്കാരെ ഉൾപ്പെടുത്തി ഇംഗ്ലണ്ടിലും വെയിൽസിലും നടത്തിയ സർവേയിൽ പ്രണയബന്ധത്തിലായിരുന്നവരിൽ 4 പേരിൽ 2 പേർ മാനസികമോ ശാരീരികമോ ആയ പീഡനം അനുഭവിച്ചതായി കണ്ടെത്തി. കഴിഞ്ഞ 1 വർഷത്തിനിടെ ബന്ധത്തിലായിരുന്ന കൗമാരക്കാരിൽ 39% പേരും നിയന്ത്രണം, സമ്മർദ്ദം, ഭീഷണി എന്നിവ നേരിട്ടതായാണ് പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. യൂത്ത് എൻഡോമെന്റ് ഫണ്ടാണ് പഠനത്തിന് നേതൃത്വം നൽകിയത്. മൊബൈൽ, സോഷ്യൽ മീഡിയ പരിശോധിക്കൽ, ലൊക്കേഷൻ നിരീക്ഷിക്കൽ, ശരീരത്തെ പറ്റിയുള്ള വിമർശനം, ലൈംഗിക സമ്മർദ്ദം, എതിർപ്പ് പ്രകടിപ്പിക്കാൻ ഭയം എന്നിവയാണ് പ്രധാന പീഡനത്തിന്റെ പട്ടികയിൽ പെടുത്തിയിരിക്കുന്നത്. പീഡനം നേരിട്ടവരിൽ 3-ൽ 2 പേരും ഈ അനുഭവങ്ങൾ അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിച്ചെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു. ആശങ്ക, ആത്മവിശ്വാസക്കുറവ്, ഉറക്കമില്ലായ്മ, ഭക്ഷണ രുചിയില്ലായ്മ, പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ എന്നിവ പ്രധാനമായിരുന്നു.
സുഹൃത്തുക്കളുമായും കുടുംബവുമായും ബന്ധം ദുർബലമായതായും 22% പേർ സ്കൂളിലേക്കോ കോളേജിലേക്കോ പോകുന്നത് ഒഴിവാക്കിയതായും കണ്ടെത്തി. പെൺകുട്ടികൾക്ക് സമ്മർദ്ദം, ഭയം, ബന്ധം വിടാനാകാത്ത അവസ്ഥ തുടങ്ങിയവ കൂടുതലായി നേരിടേണ്ടി വന്നപ്പോൾ കുട്ടികളിൽ പലർക്കും അവരുടെ ചിത്രങ്ങൾ ഓൺലൈനിൽ പങ്കുവച്ച സംഭവങ്ങൾ കൂടുതലായിരുന്നു. സർവേ ഫലങ്ങൾ പൊതുവെ ഈ രംഗത്തെ ബോധവൽക്കരണത്തിന്റെ ആവശ്യകതയെ വീണ്ടും ഉയർത്തിക്കാട്ടുന്നതായാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. കൗമാരക്കാർക്ക് ആരോഗ്യകരമായ ബന്ധത്തിന്റെ സ്വഭാവം മനസ്സിലാക്കുന്നതിന് സ്കൂളുകൾ ആവശ്യമായ പരിശീലനവും പിന്തുണയും നൽകണമെന്നാണ് പഠനം നടത്തിയവർ അഭിപ്രായപ്പെട്ടത്. വീട്ടിൽ മാതാപിതാക്കൾ പോലും കുട്ടികൾ ഇത്തരം അനുഭവങ്ങൾ നേരിടുന്നതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണമെന്നും ഇത്തരം വിഷയങ്ങളെ കുറിച്ചുള്ള സംഭാഷണം സജീവമാക്കണമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. യുകെയിലെ പോലീസ് സേനയ്ക്ക് ലൈംഗിക കുറ്റാന്വേഷണങ്ങൾ നടത്തുന്നതിൽ വൻ വീഴ്ച. 25% സേനയ്ക്കും അടിസ്ഥാന നയങ്ങളുമില്ല. സാറ എഡ്വേർഡ് കേസിന് 4 വർഷത്തിന് ശേഷവും സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അടിയന്തര നടപടി ആവശ്യമെന്ന റിപ്പോർട്ട് നടപ്പാക്കിയില്ല എന്ന് റിപ്പോർട്ട്. 2021 ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വെയ്ൻ കൗസൻസ് യുവതിയെ തട്ടിക്കൊണ്ടുപോവുകയും ബലാത്സംഗം ചെയ്ത ശേഷം കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിന് 4 വർഷങ്ങൾക്ക് ശേഷവും സ്ത്രീകൾക്കെതിരെ ലൈംഗിക പ്രേരിത ആക്രമണങ്ങളെ തടയുന്നതിനുള്ള സംവിധാനങ്ങൾ നടപ്പാക്കിയിട്ടില്ല എന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. പൊതുസ്ഥലങ്ങളിലെ ഇത്തരം ആക്രമണങ്ങളുടെ ഡേറ്റ ശേഖരത്തിൽ വലിയ കുറവുണ്ടെന്നും അതില്ലാതെ കുറ്റകൃത്യങ്ങളുടെ മാതൃകകൾ കണ്ടെത്താനാകില്ല എന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. 2024 പ്രസിദ്ധീകരിച്ച ആദ്യഘട്ട റിപ്പോർട്ട് പോലീസിന് എല്ലാ തരത്തിലുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ, പ്രത്യേകിച്ച് ഇൻഡീസെന്റ് എക്സ്പോഷൻ പോലുള്ള നോൺ കോൺടാക്ട് കുറ്റങ്ങൾ വരെ അന്വേഷിക്കാൻ പ്രത്യേക നയം ഒരുക്കണമെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ വർഷം സെപ്റ്റംബർ വരെയും 26% പോലീസ് സേനകൾക്കും ഈ നിർദ്ദേശം നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ദേശീയ പോലീസ് മേധാവികളുടെ കൗൺസിൽ നയരേഖകൾ തയ്യാറാക്കിയെങ്കിലും പല സേനകളും നിലവിലെ നയങ്ങൾ അവലോകനം ചെയ്യുന്ന ഘട്ടത്തിലാണ്. ഇതോടെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം യാഥാർത്ഥ്യത്തിൽ ഒരു ദേശീയ മുൻഗണനയായി പരിഗണിക്കപ്പെടുന്നില്ല എന്ന ആശങ്ക റിപ്പോർട്ടിൽ ഉയർന്നിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിലെ ലൈംഗികാതിക്രമങ്ങൾ മുൻകൂട്ടി തടയുന്നതിനും വ്യക്തമായ നിരവധി മാർഗനിർദ്ദേശങ്ങൾ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ലണ്ടനിലെ ചൈനയുടെ മെഗാ എംബസി പദ്ധതിക്ക് സുരക്ഷാ ആശങ്കകൾക്കിടെ സർക്കാരിന്റെ അനുകൂല നിലപാട്. ഇത് യുകെക്ക് നേട്ടങ്ങൾ നേടിക്കൊടുക്കാമെന്ന നിലപാട് നമ്പർ 10 സ്വീകരിച്ചിരുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ലണ്ടനിലെ 7 സ്ഥലങ്ങളിലായി ചിതറിക്കിടക്കുന്ന ചൈനയുടെ ഓഫീസ് സമുച്ചയങ്ങളെ ഒന്നടങ്കം ഒരിടത്തേക്ക് കൊണ്ടുവരുന്നത് സുരക്ഷാ സംബന്ധമായ നിരീക്ഷണം എളുപ്പമാക്കുമെന്നാണ് സർക്കാരിന്റെ വാദം. 3 തവണ മാറ്റിവെച്ച എംബസിയെ കുറിച്ചുള്ള അന്തിമ തീരുമാനം ഇനി പുതുവർഷത്തിലേ ഉണ്ടാവുകയുള്ളൂ. ഹോം സെക്രട്ടറിയും വിദേശകാര്യ സെക്രട്ടറിയും ദേശീയ സുരക്ഷാ ആശങ്കകൾ പരിഹരിച്ചുവെന്ന് ഉറപ്പു നൽകിയതോടെയാണ് അംഗീകാര സാധ്യത കൂട്ടുന്നത്. അംഗീകാരം ലഭിച്ചാൽ യൂറോപ്പിലെ ഏറ്റവും വലിയ ചൈനീസ് എംബസിയാകും ഇത്. 200 ജീവനക്കാർക്കുള്ള സൗകര്യങ്ങൾ, വൻ ഓഫീസ് മേഖല, ബേസ്മെന്റ് എന്നിവയോടൊപ്പമായിരിക്കും നിർമ്മാണം. റോയൽ മിൻകോർട്ടിലെ ഈ സ്ഥലം ലണ്ടന്റെ അത്യധികം ഗൗരവമുള്ള ഡേറ്റ കൈമാറ്റത്തിനുള്ള ഫൈബർ ഓപ്റ്റിക് ലൈനുകൾക്ക് സമീപമാണെന്നതിനാലും ആശങ്കകൾ ഉയർന്നിരുന്നു. ബ്ലൂ പ്രിന്റ്സിലെ ചില ഭാഗങ്ങൾ സുരക്ഷാ കാരണങ്ങളാൽ മാറ്റിയതും വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഓസ്ട്രേലിയയിൽ 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ നിരോധനം വരാനിരിക്കെ 13 മുതൽ 15 വരെയുള്ള വയസ്സുകാരുടെ അക്കൗണ്ടുകൾ നീക്കം ചെയ്യൽ ആരംഭിച്ചിരിക്കുകയാണ് മെറ്റ. ഈ പ്രായക്കാരുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ത്രെഡ്സ് അക്കൗണ്ടുകൾ നീക്കം ചെയ്യാനുള്ള നടപടി മെറ്റ ആരംഭിച്ചു. ഡിസംബർ 4 മുതൽ അക്കൗണ്ട് നിർത്തിവെക്കുമെന്ന മുന്നറിയിപ്പിന്റെ പിന്നാലെയാണ് നടപടി. പുതിയ നടപടി ഏകദേശം 3.5 ലക്ഷം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളെയും 1.5 ലക്ഷം ഫേസ്ബുക്ക് അക്കൗണ്ടുകളെയും ബാധിക്കാനിടയുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമം പാലിക്കാത്ത കമ്പനികൾക്ക് 49.5 ബില്യൺ ഓസ്ട്രേലിയൻ ഡോളർ വരെ പിഴ ചുമത്താനാകും. നിയമം പാലിക്കുമെന്നും എന്നാൽ കൂടുതൽ കാര്യക്ഷമവും സ്വകാര്യത കാത്തുസൂക്ഷിക്കുന്ന പ്രായപരിശോധനാ സംവിധാനം സർക്കാരിന്റെ തലത്തിൽ തന്നെ നടപ്പാക്കണമെന്നുമാണ് മെറ്റയുടെ നിലപാട്. തെറ്റായി പ്രായം വിലയിരുത്തപ്പെട്ടതായി കരുതുന്നവർ വീഡിയോ, സെൽഫിയോ, സർക്കാർ നൽകുന്ന തിരിച്ചറിയൽ രേഖകളോ ഉപയോഗിച്ച് പുതുക്കി പരിശോധനയ്ക്കായി അപേക്ഷിക്കാം. യൂട്യൂബ്, ടിക്ടോക്ക്, സ്നാപ്ചാറ്റ്, റെഡിറ്റ്, ട്വിറ്റ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളും നിരോധനത്തിന്റെ പരിധിയിലാകും. 10 മുതൽ 15 വയസ്സ് വരെയുള്ളവരിൽ 96% സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുവെന്നും ഇവരിൽ വലിയൊരു വിഭാഗം ഹാനികരമായ ഉള്ളടക്കവും സൈബർ ബുള്ളിയിങ്ങും ഗ്രൂമിംഗ് ശ്രമങ്ങളും നേരിട്ടിട്ടുണ്ടെന്നും സർക്കാർ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഭാവി തലമുറയെ സോഷ്യൽ മീഡിയയുടെ ദോഷവശങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനെന്ന ലക്ഷ്യത്തോടെ ഓസ്ട്രേലിയ പൂർണ്ണ നിരോധനത്തിന്റെ വഴിയിലേക്ക് കടക്കുന്നത്. അഴിമതിയും ഗൂഢാലോചനയും സംബന്ധിച്ച ഫെഡറൽ കേസുകളിൽപ്പെട്ട ടെക്സസിലെ ഡെമോക്രാറ്റ് എം പി ഹെൻറി ക്യൂവെല്ലറിനും ഭാര്യ ഇമെൽഡ ക്യൂവെല്ലറിനും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാപ്പ് അനുവദിച്ചു. ബൈഡൻ ഭരണകാലത്ത് നീതിന്യായ വ്യവസ്ഥയെ ആയുധമാക്കിയാണ് കേസുകൾ എടുത്തിരുന്നതെന്ന ആരോപണവും ട്രംപ് ഉന്നയിച്ചു. കുടിയേറ്റ നയങ്ങളിൽ ബൈഡൻ സർക്കാരിനെ വിമർശിച്ചതിനാലാണ് ക്യൂവെല്ലറും ഭാര്യയും നിയമ നടപടികൾക്ക് ഇരയായതെന്ന് തെളിവുകളൊന്നും ഹാജരാക്കാതെ ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അസർബൈജാൻ നിയന്ത്രിക്കുന്ന ഒരു എനർജി കമ്പനിയുടെയും മെക്സിക്കോയിലെ ഒരു ബാങ്കിന്റെയും താൽപര്യം സംരക്ഷിക്കാൻ ആയിരക്കണക്കിന് ഡോളർ കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു ക്യൂവെല്ലറിന് മേൽ ചുമത്തിയ കുറ്റം.
അസർബൈജാൻ അനുകൂലമായ നിയമനിർമ്മാണത്തെ സ്വാധീനിക്കാനും ഹൌസിൽ പ്രസംഗം നടത്താനും MP സമ്മതിച്ചുവെന്നായിരുന്നു കേസ്. കുറ്റം നിഷേധിച്ച കൂവലർ ദമ്പതികളുടെ വിചാരണ അടുത്ത ഏപ്രിലിൽ തുടങ്ങാനിരിക്കെയാണ് മാപ്പ്. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ സൊമാലിയയിൽ നിന്നുള്ള കുടിയേറ്റക്കാർ അമേരിക്കയിൽ വേണ്ടെന്ന് പറഞ്ഞ് അവരോട് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൊമാലിയക്കാർക്ക് നൽകുന്ന നിയമപരമായ താൽക്കാലിക സംരക്ഷിത പദവി റദ്ദാക്കുമെന്നും അറിയിച്ചു. US-ന്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ ഗുണം അത്യധികം പറ്റുന്ന ഇക്കൂട്ടർ അമേരിക്കയ്ക്ക് കാര്യമായൊന്നും സംഭാവന ചെയ്യുന്നില്ല എന്നാണ് ട്രംപിന്റെ ആരോപണം. US പൗരത്വമുള്ള സൊമാലിയക്കാർക്കും നീക്കം ബാധകമാണോ എന്ന് വ്യക്തമല്ല. നിയമവിരുദ്ധ സൊമാലിയൻ കുടിയേറ്റക്കാരെ പിടികൂടി നാടുകടത്താൻ ലക്ഷ്യമിട്ട് ഇമിഗ്രേഷൻ വകുപ്പ് മിനസോട്ട സംസ്ഥാനത്ത് നടപടി ആരംഭിച്ച സാഹചര്യത്തിലാണ് ട്രംപിന്റെ പ്രഖ്യാപനം. മിനസോട്ടയിലാണ് കൂടുതൽ സൊമാലിയക്കാരുള്ളത്. 1990കളിലാണ് സൊമാലിയയിൽ നിന്ന് US-ലേക്ക് അഭയാർത്ഥി പ്രവാഹം ആരംഭിച്ചത്. ഏതാനും ദിവസം മുൻപ് വൈറ്റ് ഹൌസിന് സമീപം നാഷണൽ ഗാർഡുകൾക്കും നേരെ വെടിവയ്പുണ്ടായതിനെ തുടർന്ന് അഭയാർത്ഥികളെ സ്വീകരിക്കുന്നത് സംബന്ധിച്ച എല്ലാ നടപടികളും നിർത്തിവെക്കുകയാണെന്ന് US പ്രഖ്യാപിച്ചിരുന്നു. 10 ദിവസം മുൻപ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി താൻ ഫോണിൽ സംസാരിച്ചെന്ന് സ്ഥിരീകരിച്ച് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ. ബഹുമാനപൂർണവും സൗഹാർദ്ദപൂർവമായ സംഭാഷണം ട്രംപുമായി നടത്തിയെന്നാണ് മഡൂറോ പറഞ്ഞത്. ഇരു രാജ്യങ്ങളും തമ്മിൽ മാന്യമായ ചർച്ചകൾക്കുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. വെനസ്വേല വിടാൻ തയ്യാറാണ് എന്ന് മഡൂറോ ട്രംപിനോട് പറഞ്ഞതായുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ട്രംപുമായി സംസാരിച്ചെന്ന് മഡൂറോ തന്നെ വ്യക്തമാക്കിയത്. US ഉപരോധങ്ങൾ നീക്കം ചെയ്യുന്നതും രാജ്യാന്തര ക്രിമിനൽ കോടതിക്ക് മുൻപാകെയുള്ള കേസ് അവസാനിപ്പിക്കുന്നതും ഉൾപ്പെടെ തനിക്കും കുടുംബത്തിനും നിയമപരമായ പൊതുമാപ്പ് ലഭിച്ചാൽ രാജ്യം വിടാമെന്നാണ് മഡൂറോ ട്രംപിനോട് പറഞ്ഞതെന്നാണ് റിപ്പോർട്ട്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 120.34 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.14 യൂറോ, ഒരു US ഡോളർ 90.23 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 105.21 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.33 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 64.64 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇൻഡിഗോയ്ക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഒട്ടേറെ വിമാനങ്ങൾ റദ്ദാക്കിയതിനു പിന്നാലെയാണ് DGCAയുടെ അന്വേഷണം. സാങ്കേതിക വിഷയങ്ങൾ കാരണമാണ് വിമാന സർവീസുകൾ റദ്ദാക്കിയതെന്നാണ് കമ്പനികളുടെ വിശദീകരണം. എന്നാൽ ജീവനക്കാരുടെ കുറവ് കാരണമെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ. ചെക്ക് ഇൻ സോഫ്റ്റ്വെയർ തകരാർ എയർ ഇന്ത്യ വിമാന സർവീസുകളെ ബാധിച്ചിരുന്നു എന്നും വിവരമുണ്ട്. 150 വിമാന സർവീസുകളാണ് ഇൻഡിഗോ റദ്ദാക്കിയത്. 1000-ലേറെ വിമാനങ്ങൾ വൈകി. സർവീസ് റദ്ദാക്കുന്നതും വൈകുന്നതും കുറയ്ക്കുന്നതിനുള്ള നടപടികൾ എയർലൈനുമായി ചേർന്ന് DGCA വിലയിരുത്തുന്നുണ്ടെന്ന് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സാങ്കേതിക തകരാർ, ശൈത്യകാലവുമായി ബന്ധപ്പെട്ട ഷെഡ്യൂൾ മാറ്റങ്ങൾ, പ്രതികൂല കാലാവസ്ഥ, യാത്രക്കാരുടെ തിരക്ക്, ഫ്ലൈറ്റ് പുതുക്കിയ ഡ്യൂട്ടി സമയപരിധികൾ എന്നിവ ഉൾപ്പെടെ ഒട്ടേറെ അപ്രതീക്ഷിത കാരണങ്ങൾ വിമാനങ്ങൾ വൈകുന്നതിന് കാരണമായെന്നാണ് ഇൻഡിഗോ അറിയിച്ചത്. വിമാനങ്ങൾ വൈകാൻ കാരണം മൈക്രോസോഫ്റ്റ് വിൻഡോസിലെ തകരാറാണെന്ന് വാരണാസി വിമാനത്താവളത്തിൽ അറിയിപ്പുണ്ടായി. എന്നാൽ ഇത് വാസ്തവ വിരുദ്ധമാണ് എന്ന് മൈക്രോസോഫ്റ്റ് വ്യക്തമാക്കി. ഡൽഹിയിൽ യാത്രക്കാർ പ്രതിഷേധിച്ചു. മുംബൈ വിമാനത്താവളത്തിനുള്ളിൽ യാത്രക്കാർ തിങ്ങി നിറഞ്ഞ ചിത്രങ്ങളും പുറത്തുവന്നു. ജീവനക്കാരുടെ കുറവിനെ തുടർന്ന് കൊച്ചിയിലും ഏതാനും ഇൻഡിഗോ വിമാന സർവീസുകൾ റദ്ദാക്കി. ഒട്ടേറെ വിമാനങ്ങൾ വൈകിയാണ് സർവീസ് നടത്തിയത്. ഇൻഡിഗോയുടെ മാലി കൊച്ചി, ബാംഗ്ലൂരു കൊച്ചി, ചെന്നൈ കൊച്ചി, ഹൈദരാബാദ് കൊച്ചി, അഹമ്മദാബാദ് കൊച്ചി, ഡൽഹി കൊച്ചി തുടങ്ങിയ സർവീസുകളും തിരിച്ചുള്ള വിമാനങ്ങളുമാണ് മണിക്കൂറുകളോളം വൈകിയത്. വാരണാസി കൊച്ചി, ഹൈദരാബാദ് കൊച്ചി, ലക്നൌ കൊച്ചി സർവീസുകൾ റദ്ദാക്കി. മുംബൈയിൽ 32 ഇൻഡിഗോ സർവീസുകളും ബാംഗ്ലൂരിൽ 20 സർവീസുകളും റദ്ദാക്കി. ഡൽഹി, ഹൈദരാബാദ്, മുംബൈ, ചെന്നൈ, ഗോവ, കൊൽക്കത്ത, ലക്നൌ എന്നിവിടങ്ങളിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള 22 സർവീസുകളും റദ്ദാക്കി. ഉത്തർപ്രദേശിൽ അനധികൃത കുടിയേറ്റക്കാരെ പാർപ്പിക്കുന്നതിനായി പ്രത്യേക തടങ്കൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ സംസ്ഥാനത്തെ പോലീസ് കമ്മീഷണർമാർക്കും IG-മാർക്കും നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് അധികാര പരിധിയിലുള്ള കുടിയേറ്റക്കാരുടെ വിശദമായ പട്ടിക തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയതിനു പിന്നാലെയാണ് പുതിയ നീക്കം. റോഹിംഗ്യൻ ബംഗ്ലാദേശ് തടവുകാരെ ലക്ഷ്യമിട്ടാണ് പ്രത്യേക തടങ്കൽ കേന്ദ്രങ്ങൾ. ലക്നൌ, അയോധ്യ, കാൺപൂർ, ഝാൻസി, വാരണാസി, മീററ്റ്, ഗാസിയാബാദ്, ആഗ്ര, ഫിറോസാബാദ്, ബറേലി, ഖൊരഗ്പൂർ, പ്രയാഗ്രാജ്, മഥുര, അലിഗഡ്, മൊറാദാബാദ്,
സഹാൻപൂർ, ഷാജഹാൻപൂർ എന്നിവയുൾപ്പെടെ സംസ്ഥാനത്തെ 17 പ്രധാന നഗരങ്ങളിലാകും തടങ്കൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക. സാധുവായ രേഖകൾ, വിസ അല്ലെങ്കിൽ അഭയാർത്ഥി പദവി ഇല്ലാതെ ഉത്തർപ്രദേശിൽ താമസിക്കുന്നതോ ജോലി ചെയ്യുന്നതോ ആയ വ്യക്തികളെ അതിവേഗം കണ്ടെത്തണമെന്നാണ് നിർദ്ദേശം. സ്വദേശത്തേക്ക് പോകുന്നതുവരെ രേഖകളില്ലാത്ത വിദേശ പൗരന്മാർക്കുള്ള കേന്ദ്രങ്ങളായ തടങ്കൽ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കും. തടങ്കൽ കേന്ദ്രങ്ങളിൽ കഴിയുന്ന അനധികൃത കുടിയേറ്റക്കാരെ നടപടിക്രമങ്ങൾക്ക് അനുസൃതമായി അവരുടെ ജന്മദേശങ്ങളിലേക്ക് നാടുകടത്തുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. ക്രമസമാധാനം, ദേശീയ സുരക്ഷ, സാമൂഹിക ഐക്യം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നുണ്ടെന്നും ഒരു തരത്തിലുമുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും അനുവദിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭരണമുന്നണിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ ഭാരം എന്തിനാണ് കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ ഇടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചോദിച്ചു. സഖ്യകക്ഷിയുമായുള്ള ആഭ്യന്തര പ്രശ്നം പരിഹരിക്കുന്ന മുറയ്ക്ക് സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതി പ്രകാരമുള്ള കേരളത്തിന്റെ പണം ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെടുത്തി സമഗ്ര ശിക്ഷാ അഭിയാൻ പ്രകാരം കേരളത്തിനു ലഭിക്കാനുള്ള 1161 കോടി രൂപ കേന്ദ്രം തടഞ്ഞുവെച്ചത് CPM സഭാ നേതാവ് ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ ഉന്നയിച്ചപ്പോഴാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. 2020 നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെയും 2022 നടപ്പിലാക്കിയ PM ശ്രീ പദ്ധതിയുടെയും പേരിൽ 2018 സമഗ്ര ശിക്ഷാ പദ്ധതിയുടെ തുക നൽകാതിരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമല്ലേ എന്നാണ് ബ്രിട്ടാസ് ചോദിച്ചത്. ജോൺ ബ്രിട്ടാസ് വ്യക്തിപരമായാണ് കേരളവും കേന്ദ്രവും തമ്മിൽ ചർച്ചയ്ക്ക് മധ്യസ്ഥനായതെന്ന് ഇതിന് മറുപടിയായി മന്ത്രി പറഞ്ഞു. ബ്രിട്ടാസ് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള പാലമായതിനാൽ തനിക്ക് നന്ദിയുണ്ടെന്ന് പറഞ്ഞ മന്ത്രി ഒരു ഘട്ടത്തിൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ സർക്കാർ തയ്യാറായി എന്നും വ്യക്തമാക്കി. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്നും പറഞ്ഞു. കേരളത്തിലെ മന്ത്രി എന്നെ കാണാൻ വന്നിരുന്നു. അത് പറയാൻ എനിക്ക് ആഗ്രഹമില്ല. ആഭ്യന്തരമായ അഭിപ്രായ വ്യത്യാസം കാരണം അവർ PM ശ്രീ നടപ്പിലാക്കുന്നില്ല. മറ്റു 2 സംസ്ഥാനങ്ങളും PM ശ്രീയിൽ ചേർന്നിട്ടില്ല. ഒന്ന് തമിഴ്നാടാണ്. അവർക്കും അവരുടേതായ കാരണങ്ങളുണ്ട്. അവരുമായും ചർച്ച തുടരുകയാണ്. ഒരു ഘട്ടത്തിൽ അവരും സമ്മതിച്ചതാണ്. ചെന്നൈയിൽ തിരികെ പോയതോടെയാണ് മറ്റൊരു അഭിപ്രായമായത് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എയ്ഡഡ് സ്കൂളുകളെ സമഗ്ര ശിക്ഷയുടെ ഭാഗമാക്കില്ല എന്നും മന്ത്രി ബ്രിട്ടാസിന്റെ മറ്റൊരു ചോദ്യത്തിന് മറുപടി നൽകി. കലാ, സാഹിത്യ, സാംസ്കാരിക, സാമൂഹ്യ രംഗങ്ങളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2025 ഡോക്ടർ അംബേദ്കർ സാഹിത്യശ്രീ ദേശീയ പുരസ്കാരം രാജു കുന്നക്കാട്ടിന് ലഭിച്ചു. ഈ മാസം 12-ന് ഡൽഹിയിൽ വെച്ച് അദ്ദേഹത്തിന് പുരസ്കാരം സമർപ്പിക്കും. രാജു കുന്നക്കാട്ടിന് ലഭിക്കുന്ന 12ാമത് പുരസ്കാരമാണിത്. എന്നാൽ ഇതാദ്യമായാണ് ഒരു ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. കോട്ടയം മാറ്റുലിയുടെ ജനപ്രിയ ബൈബിൾ ഡ്രമാസ്കോപ്പ് നാടകം ഒലീവ് മരങ്ങൾ സാക്ഷിയുടെ രചനയ്ക്ക് വിവിധ മേഖലകളിൽ നിന്നും നിരവധി അവാർഡുകൾ ലഭിച്ചിരുന്നു. പ്രവാസിരത്ന അവാർഡ്, രാജൻ P. ദേവ് പുരസ്കാരം, തോപ്പിൽ ഭാസി പുരസ്കാരം, ആറന്മുള സത്യവ്രതൻ പുരസ്കാരം, ശംഖുമുദ്ര പുരസ്കാരം, അയർലൻഡ് മൈൻഡ് ഐക്കോൺ അവാർഡ്, വേൾഡ് മലയാളി കൗൺസിൽ ബെൽഫാസ്റ്റ് കലാരത്ന പുരസ്കാരം, വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് സാഹിത്യരത്ന അവാർഡ്, കോർക്ക് വേൾഡ് മലയാളി കൗൺസിൽ ആദരവ്, തിരുവനന്തപുരം നവപ്രതിഭ സുവർണ ജ്യോതിസ് അവാർഡ്, തിരുവനന്തപുരം വേദി ടു വേദിയുടെ നാടക പുരസ്കാരം, തിരുവനന്തപുരം സംസ്കാര സാഹിത്യവേദി പുരസ്കാരം, മൈത്രി സാഹിത്യവേദിയുടെ പ്രഥമ കലാരത്ന അവാർഡ് എന്നിവയും രാജുവിന് ലഭിച്ചിട്ടുണ്ട്. ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യമില്ല. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. ഇന്നലെ 1.25 മണിക്കൂറും ഇന്ന് 25 മിനിറ്റും വാദം കേട്ടതിനു ശേഷമാണ് വിധി പറഞ്ഞത്. ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിശദമായ വാദം കേട്ടെങ്കിലും ചില രേഖകൾ കൂടി സമർപ്പിക്കാമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ അറിയിച്ചതോടെ തുടർവാദത്തിനായി മാറ്റുകയായിരുന്നു. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അടച്ചിട്ട മുറിയിലായിരുന്നു ഇന്നും വാദം തുടർന്നത്. ഇന്നലെ 1.5 മണിക്കൂറിലേറെയാണ് വാദം തുടർന്നത്. കൂടുതൽ തെളിവുകൾ സമർപ്പിക്കാൻ സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ അനുമതി ചോദിച്ചത് കോടതി അനുവദിച്ചിരുന്നു. ഇന്ന് കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് ഇന്നലെ പറഞ്ഞിരുന്നത്. അതിജീവിതയുടെ ചാറ്റുകളും വിവാഹ ഫോട്ടോയും പ്രതിഭാഗം ഹാജരാക്കിയപ്പോൾ ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തുന്ന രാഹുലിന്റെ ചാറ്റുകളാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദത്തിനായി കൂടുതലും ആശ്രയിച്ചത്. അതിനു പിന്നാലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉടനടി രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള നടപടിയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തി. ഇതോടെ രാഹുലിനെതിരെയുള്ള അന്വേഷണം ഇനി ഊർജിതമാകും. യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയും പിന്നീട് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തുകയും ചെയ്തെന്ന കേസിൽ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ബാംഗ്ലൂരിൽ എത്തിച്ച ഡ്രൈവർ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ. മലയാളിയായ ഡ്രൈവറാണ് പിടിയിലായിരിക്കുന്നത്. ബാംഗ്ലൂരിൽ രാഹുൽ ഒളിവിൽ കഴിഞ്ഞെന്ന് കരുതുന്ന സ്ഥലത്ത് നിന്നാണ് ഇയാൾ പിടിയിലായിരിക്കുന്നത്. ചൊവ്വാഴ്ചയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ബാംഗ്ലൂരുവിലെ രാഷ്ട്രീയ ബന്ധമുള്ള ഒരു പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരന്റെ ഡ്രൈവറായി ജോലി നോക്കുകയാണ് വർഷങ്ങളായി ഇയാൾ. രാഹുലിനെ ബാംഗ്ലൂരുവിലെ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ കൊണ്ടുവിട്ടെന്നും മറ്റൊന്നും അറിയില്ല എന്നുമാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നതെന്നാണ് വിവരം. ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരുവിലെ ഒരു കേന്ദ്രത്തിൽ അന്വേഷണ സംഘം എത്തിയത്. പക്ഷേ അപ്പോഴേക്കും രാഹുൽ ഇവിടെ നിന്ന് കടന്നിരുന്നു. അറസ്റ്റ് ഒഴിവാക്കാൻ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ബാംഗ്ലൂരിൽ തന്നെ ഉണ്ടെന്ന നിഗമനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. രാഹുലിനെ തിരഞ്ഞ പോലീസ് സംഘം ബാംഗ്ലൂരിലുണ്ട്. പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ സഹായം രാഹുലിന് ലഭിക്കുന്നതായി അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ട്. വിവരം ചോരാനുള്ള പഴുതുകൾ അടച്ചാണ് അന്വേഷണവും പരിശോധനയും നടക്കുന്നതെങ്കിലും പോലീസിൽ നിന്ന് തന്നെ രാഹുലിന് വിവരം ചോർന്നു കിട്ടുന്നതായും അന്വേഷണ സംഘം സംശയിക്കുന്നു.
ഒളിച്ചു താമസിച്ച സ്ഥലങ്ങളിൽ അന്വേഷണ സംഘം എത്തുന്നതിന് തൊട്ടു മുൻപ് രാഹുൽ രക്ഷപ്പെട്ടതാണ് ഈ സംശയത്തിന് കാരണം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ വീണ്ടും പ്രതി ചേർത്തു. ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളി കേസിലാണ് CPM നേതാവ് കൂടിയായ എ പത്മകുമാറിനെ SIT പ്രതി ചേർത്തത്. ഈ കേസിൽ പത്മകുമാറിന്റെ അറസ്റ്റും രേഖപ്പെടുത്തി. നേരത്തെ സ്വർണ്ണക്കട്ടിളപ്പാളി കേസിലാണ് പത്മകുമാറിനെ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തിരുന്നത്. ചൊവ്വാഴ്ച ജയിലിലെത്തിയാണ് അന്വേഷണ സംഘം പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ദ്വാരപാലക ശില്പപാളികളിലെ സ്വർണം ചെമ്പായി രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചെന്നാണ് SIT കണ്ടെത്തൽ. ഇതോടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലെ 2 കേസിലും പത്മകുമാർ പ്രതിയായി. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി നീട്ടുന്ന ദിവസമായ ഇന്നാണ് രണ്ടാമത്തെ കേസിലും പ്രതി ചേർത്തുകൊണ്ടുള്ള നിർണായക റിപ്പോർട്ട് SIT കോടതിക്ക് കൈമാറിയത്. 2019 ദ്വാരപാലക ശില്പങ്ങളുടെ പാളി കടത്തിക്കൊണ്ടുപോയി സ്വർണം മോഷ്ടിച്ച കേസിലാണ് ഇപ്പോൾ പത്മകുമാറിനെയും പ്രതി ചേർത്തിരിക്കുന്നത്. ഇതിനിടെ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി കൊല്ലം വിജിലൻസ് കോടതി നീട്ടി. 14 ദിവസത്തേക്കാണ് പത്മകുമാറിനെ റിമാൻഡ് ചെയ്തത്. ചാലക്കയത്തിനു സമീപം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന കാറിന് തീപിടിച്ചു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. ഹൈദരാബാദിൽ നിന്നുള്ള സംഘം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ടാക്സി കാറിലാണ് പമ്പയിലേക്ക് യാത്ര തിരിച്ചത്. ചാലക്കയത്തിനു സമീപത്ത് വെച്ചാണ് വാഹനത്തിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടത്. ഉടനെ യാത്രക്കാർ പുറത്തേക്ക് ഇറങ്ങി അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീയണച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അതേസമയം ശബരിമലയിലും പമ്പയിലും നിലയ്ക്കലിലും ഇന്ന് കാര്യമായ തിരക്കില്ല. മണ്ഡലകാലം തുടങ്ങി 18 ദിവസം പിന്നിടുമ്പോൾ ശബരിമലയിൽ ആകെ എത്തിയ തീർത്ഥാടകരുടെ എണ്ണം 15 ലക്ഷം കവിഞ്ഞു. ഔദ്യോഗിക കണക്ക് പ്രകാരം ഇന്നലെ രാത്രി 7 വരെ 14,95,774 പേരാണ് എത്തിയത്. 7 മണിക്ക് ശേഷമുള്ള എണ്ണം കൂടി കൂട്ടിയാൽ 15 ലക്ഷം കവിയും. ഇന്നലെ പുലർച്ചെ 12 മുതൽ 7 വരെ 66,522 പേരാണ് എത്തിയത്. ഇന്നലെ ഉച്ച മുതൽ രാത്രി 9 വരെ ഭക്തജന തിരക്ക് താരതമ്യേന കുറവായിരുന്നു. ഇന്ത്യക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ 4 വിക്കറ്റിന് ദക്ഷിണാഫ്രിക്ക വിജയിച്ചു. ഇന്ത്യ ഉയർത്തിയ 359 റൺസ് വിജയലക്ഷ്യം 6 വിക്കറ്റ് നഷ്ടത്തിൽ 49.2 ഓവറിൽ പ്രോട്ടീസ് മറികടന്നു. ഇന്ത്യക്കായി വിരാട് കോഹ്ലിയും ഋതുരാജ് ഗെയ്ക്വാദും സെഞ്ചുറി നേടിയെങ്കിലും അതേ നാണയത്തിൽ ദക്ഷിണാഫ്രിക്ക തിരിച്ചടിച്ചു. ഇപ്പോഴിതാ കോഹ്ലിയുടെ ഒരു സെലിബ്രേഷനാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. ദക്ഷിണാഫ്രിക്കൻ ഓപ്പണർ ക്വിന്റൺ ഡി കോക്ക് പുറത്തായതിനു പിന്നാലെ നാഗിൻ ഡാൻസുമായാണ് കോഹ്ലി വിക്കറ്റ് നേട്ടം ആഘോഷിച്ചത്. അർഷ്ദീപ് സിംഗ് എറിഞ്ഞ 5-ാം ഓവറിലാണ് സംഭവം. ഓവറിലെ 5-ാം പന്തിൽ വാഷിംഗ്ടൺ സുന്ദർ ക്യാച്ച് എടുത്താണ് താരം പുറത്താകുന്നത്. ഇന്ത്യൻ താരങ്ങളുടെ ആഘോഷ പ്രകടനങ്ങൾക്കിടയിൽ കോഹ്ലിയുടെ സെലിബ്രേഷൻ വ്യത്യസ്തമായി. കോഹ്ലിയുടെ നാഗിൻ ഡാൻസ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു പിന്നാലെയാണ് നടപടി. ബ്രിട്ടനിലെ പ്രമുഖ മൊബൈൽ നെറ്റ്വർക്ക് കമ്പനികൾക്ക് 1.1 ബില്യൺ തുകയ്ക്കുള്ള പെനൽറ്റി കേസ് സേവനദാതാക്കൾ നെറ്റ്വർക്ക് കമ്പനികൾ നിരക്ക് കുറയ്ക്കാതെ അന്യായമായി അധിക പണം ഈടാക്കിയത്. നിയമ നടപടിയിൽ വിജയിച്ചാൽ ഓരോ കരാറിനും 104 പൗണ്ട് വരെ നഷ്ടപരിഹാരം ലഭിക്കും. ഇംഗ്ലണ്ടിലും വെയിൽസിലും കൗമാര ബന്ധങ്ങളിൽ മാനസിക ശാരീരിക പീഡനങ്ങൾ വ്യാപകമാകുന്നുവെന്ന് യൂത്ത് എൻറോൾമെന്റ് പഠന റിപ്പോർട്ട്. സർവേ നടത്തിയത് 13 മുതൽ 17 വയസ്സ് വരെ പ്രായമുള്ള 11,000 കൗമാരക്കാരിൽ 4 പേരിൽ 2 പേർ മാനസികമായോ ശാരീരികമായോ പീഡിപ്പിക്കപ്പെടുന്നു. സ്കൂളുകൾക്കും മാതാപിതാക്കൾക്കും ആവശ്യമായ പരിശീലനവും ബോധവൽക്കരണവും നടത്തണം. UK-യിലെ പോലീസ് സേനയ്ക്ക് ലൈംഗിക കുറ്റാന്വേഷണങ്ങൾ നടത്തുന്നതിൽ വൻ വീഴ്ച. 25% സേനയ്ക്കും അടിസ്ഥാന നയങ്ങളില്ല. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ദേശീയ മുൻഗണനയായി പരിഗണിക്കപ്പെടുന്നില്ല എന്ന് ആശങ്ക. സാറ എഡ്വേർഡ് കേസിന് പോലീസിന് 4 വർഷത്തിനു ശേഷവും സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല. ഓസ്ട്രേലിയയിൽ 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ നിരോധനം ഏർപ്പെടുത്തി. 13 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള പ്രായക്കാരുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ത്രെഡ്സ് അക്കൗണ്ടുകൾ നീക്കം ചെയ്യാനുള്ള നടപടി മെറ്റ ആരംഭിച്ചു. പുതിയ നിയമം പാലിക്കാത്ത കമ്പനികൾക്ക് 49.5 മില്യൺ ഓസ്ട്രേലിയൻ ഡോളർ വരെ പിഴ. സൊമാലിയയിൽ നിന്നുള്ള കുടിയേറ്റക്കാർ അമേരിക്കയിൽ വേണ്ട എന്നും തിരിച്ചു പോകണമെന്നും ആവശ്യപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൊമാലിയക്കാർക്ക് നൽകുന്ന നിയമപരമായ താൽക്കാലിക സംരക്ഷിത പദവി റദ്ദാക്കും. നിയമവിരുദ്ധ സൊമാലിയൻ കുടിയേറ്റക്കാരെ പിടികൂടി നാടുകടത്താനുള്ള നടപടി ട്രംപ് ആരംഭിച്ചു. ഇൻഡിഗോയ്ക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. 2 ദിവസങ്ങളിലായി ഇൻഡിഗോ റദ്ദാക്കിയത് 150 വിമാന സർവീസുകൾ. 1000-ലേറെ വിമാനങ്ങൾ വൈകി. സാങ്കേതിക വിഷയങ്ങൾ കാരണമാണ് വിമാന സർവീസുകൾ റദ്ദാക്കിയതെന്ന വിശദീകരണവുമായി കമ്പനികൾ. DGCAയുടെ അന്വേഷണം പുരോഗമിക്കുന്നു. ഉത്തർപ്രദേശിൽ അനധികൃത കുടിയേറ്റക്കാരെ പാർപ്പിക്കുന്നതിനായി പ്രത്യേക തടങ്കൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. പ്രത്യേക തടങ്കൽ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത് റോഹിംഗ്യൻ ബംഗ്ലാദേശ് തടവുകാരെ ലക്ഷ്യമിട്ട്. സാധുവായ രേഖകളില്ലാത്ത അനധികൃത കുടിയേറ്റക്കാരെ അവരുടെ ജന്മദേശങ്ങളിലേക്ക് നാടുകടത്തുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ബാംഗ്ലൂരിൽ എത്തിച്ച ഡ്രൈവർ കസ്റ്റഡിയിൽ. ബാംഗ്ലൂരിലെ രാഷ്ട്രീയ ബന്ധമുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരന്റെ ഡ്രൈവറാണ് കസ്റ്റഡിയിലായ മലയാളി. രാഹുലിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കും.
ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പത്മകുമാറിനെ വീണ്ടും പ്രതി ചേർത്തു. CPM നേതാവ് കൂടിയായ A. പത്മകുമാറിനെ SIT പ്രതി ചേർത്തത് ദ്വാരപാലക ശില്പപ്പാളി കേസിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്മകുമാർ സഹായിച്ചെന്നും SITയുടെ കണ്ടെത്തൽ. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി കൊല്ലം വിജിലൻസ് കോടതി നീട്ടി. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.